നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെന്നും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം, നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രക്തസാക്ഷികളുടെ ചുടുനിണത്തിലാണ് സഭ വളർന്നതും പടർന്ന് പന്തലിച്ചതും ഫലം പുറപ്പെടുവിച്ചതും. ആദിമസഭ വളരെയധികം പീഡകളിലൂടെ രക്തസാക്ഷിത്വത്തിലൂടെ കടന്നുപോയിട്ടുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത് ആദിമസഭയുടെ ഒരു ചരിത്രമല്ല, ആധുനിക കാലഘട്ടത്തിലും പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വിവിധ രാജ്യങ്ങളിൽ കഠിന മതമർദ്ദനമാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും രക്തസാക്ഷികൾ എന്നും സഭയ്ക്ക് ചൈതന്യമാണ്. സഭയുടെ ജീവനാണ് അവരുടെ ചുടുനിണം. നമ്മുടെ ജീവിതത്തിലും രക്തസാക്ഷിത്വത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. ഒരുപക്ഷെ നാം രക്തം ചിന്തുന്നുണ്ടാകുകയില്ല, എന്നാൽ യേശുവിന് വേണ്ടി ധീരതയോടെ മരിച്ച, ഒരു ഭയവുമില്ലാതെ മരണത്തെ നേരിട്ട വലിയ വിശുദ്ധർ, അവരുടെ ജീവിതം നമുക്ക് പഠിക്കാൻ സാധിച്ചാൽ, അവരുടെ ജീവിതത്തിൻ്റെ ചൈതന്യം പിൻചൊല്ലാൻ സാധിച്ചാൽ, അനുദിന ജീവിതത്തിൽ രക്തസാക്ഷിത്വം ധീരതയോടെ ഏറ്റെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഓരോ വിശ്വാസിയും രക്തസാക്ഷികളെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് ഭംഗിയായിട്ട് ക്രമീകരിക്കുവാൻ സാധിക്കും. ഇന്നത്തെ എപ്പിസോഡിൽ നാം വിശുദ്ധ സൈമണെ ആണ് പ്രധാനമായും പഠിക്കുക. യവസേ പിതാവിൻ്റെ സഹോദരനായിരുന്ന ക്ലയോഫാസിൻ്റെ പുത്രനായിരുന്നു വിശുദ്ധ സൈമൺ. ഈശോയുടെ സഹോദരന്മാരിൽ ഒരാളായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായത്തിൽ അവതരിപ്പിക്കുന്നത് ഇദ്ദേഹത്തെയാണ്. പിൽക്കാലത്ത് ജെറൂസലേമിൻ്റെ മെത്രാനായി തീർന്ന വിശുദ്ധ ചെറിയ യാക്കോബ് വധിക്കപ്പെട്ടതിനെ തുടർന്ന് വിശുദ്ധ സൈമൺ ജെറൂസലേമിൻ്റെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്നുള്ള കാലഘട്ടം ഏറെ പീഡനങ്ങളുടേതായിരുന്നു. എങ്കിലും ജെറൂസലേമിൽ സഭ തഴച്ചു വളർന്നുവെന്ന് ചരിത്രം പറയുന്നു. പിന്നീട് ട്രാജൻ ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹം പിടിക്കപ്പെടുകയും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു. പിതാവേ, സുവിശേഷത്തിലെ വിശുദ്ധ സൈമണെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? മത്തായിയുടെ സുവിശേഷത്തിലാണ് വിശുദ്ധ സൈമണെ പരാമർശിച്ചിട്ടുള്ളത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55-ാമത്തെ വാക്യത്തിൽ ഈശോ വളരെ കാര്യങ്ങൾ പഠിപ്പിച്ചു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അവൻ ജീവിച്ചിരുന്ന ഖബർനാമിൽ അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഓ, ഇവനിൻ്റെ പഠനം ഇതെത്ര വലുതാണ്,
ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ, ഇവൻ്റെ സഹോദരന്മാർ നമ്മുടെ കൂടെ ഇല്ലേ, ആ സൈമൺ എന്ന പരാമർശിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ആ സൈമൺ സഹോദരൻ, യേശുവിൻ്റെ സഹോദരൻ, ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ ആദ്യ കാലഘട്ടം മുതൽ തന്നെ വിശുദ്ധ സൈമൺ കൂടെ ഉണ്ടായിരുന്നു, ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളിലെല്ലാം സഹായിക്കുവാനും സഞ്ചരിക്കുവാനും വിശുദ്ധ സൈമണും ഒപ്പമുണ്ടായിരുന്നു. ഒരു സഹോദരൻ എന്ന നിലയിൽ പ്രത്യേകിച്ച് ഈശോയുടെ പഠനത്തിൽ ആകൃഷ്ടനായിട്ടുണ്ടാവും. ഈശോയോടൊപ്പം ചേർന്ന് ഒരു ഗുരു എന്ന നിലയിലും കർത്താവെന്ന നിലയിലും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പന്തക്കോസ്താ ദിനത്തിൽ സെഹിയോൻ ശാലയിൽ പരിശുദ്ധ അമ്മയോടും മറ്റ് അപ്പസ്തോലന്മാരോടും സഹോദരങ്ങളോടുമൊപ്പം വിശുദ്ധ സൈമണും അവിടെ ഉണ്ടായിരുന്നു എന്ന് പ്രത്യേകമായിട്ട് കരുതുന്നത്. അപ്പോൾ ആദിമ സഭയിലെ ശക്തമായ നേതൃത്വത്തിൽ നൽകിയവരിൽ ഒരാളായിരുന്നു വിശുദ്ധ സൈമൺ. വിശുദ്ധ സൈമണിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് എപ്പിഫാനിയൂസും എവ്സേബിയൂസും സാക്ഷ്യപ്പെടുത്തുന്നതനുസരിച്ച് അനേകം യഹൂദർ കർത്താവിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചുവെന്നും സഭ ജെറൂസലേമിൽ ശക്തിയോടെ വളർന്നുവെന്നും എഴുതപ്പെട്ടിരിക്കുന്നു. പലസ്തീനായിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ട കാലത്ത് ക്രൈസ്തവരെ സുരക്ഷിതരായി നയിച്ചതും വിശുദ്ധ സൈമൺ ആയിരുന്നു. പിതാവേ, ആദിമസഭയിൽ വിശുദ്ധ സൈമണിന്റെ സ്ഥാനം എന്തായിരുന്നു? ഒരു അപ്പസ്തോലൻ്റെ ഗണത്തിലേക്ക്, അവരിൽ 12 പേരിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലായിരുന്നു വിശുദ്ധ സൈമൺ. എങ്കിലും വിശുദ്ധ സൈമണ് വളരെയധികം പ്രാധാന്യം അപ്പസ്തോലിക സമൂഹത്തിൽ ആദിമ സഭയിൽ വളരെ വ്യക്തമായിട്ട് ഉണ്ടായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ജെറൂസലേമിലെ മെത്രാനായിരുന്ന ചെറിയ യാക്കോബിനോടൊപ്പം തന്നെ ജെറൂസലേം പ്രദേശത്തും എല്ലാം സുവിശേഷം പ്രഘോഷിക്കുവാൻ പ്രത്യേകമായിട്ട് പരിശ്രമിച്ചിരുന്നു വിശുദ്ധ സൈമണും. അപ്രതീക്ഷിതമായിട്ട് വിശുദ്ധ യാക്കോബ് രക്തസാക്ഷിയാകുകയാണ്. അപ്പോൾ ജെറൂസലേമിലെ ആദിമസഭയ്ക്ക് ആദ്യമായിട്ട് ശക്തി നൽകിയത് വിശുദ്ധ യാക്കോബാണ്. അത് നമ്മളൊരിക്കൽ പഠിച്ചതാണ്. അപ്പോൾ വിശുദ്ധ യാക്കോബിൻ്റെ മരണം യഥാർത്ഥത്തിൽ ആദിമസഭയിൽ ജെറൂസലേമിൽ ഒരു വലിയ ഷോക്കായിരുന്നു. എങ്ങനെ അതിനെ നേരിടാൻ സാധിക്കും? ആളുകൾ ഒളിച്ചോടിപ്പോയി, ധാരാളം ആളുകൾ. എന്നാൽ അവർക്ക് കരുത്ത് പകർന്നുകൊണ്ട് പിൻഗാമിയായിട്ട് വിശുദ്ധ സൈമണെയാണ് സഭ നിയോഗിച്ചത്. അപ്പോൾ വിശുദ്ധ സൈമൺ വലിയ ദൗത്യം അതിലേറ്റെടുത്തു. അതായത് വിശുദ്ധ യാക്കോബ്, ശക്തനായ വിശുദ്ധ യാക്കോബിൻ്റെ പ്രബോധനങ്ങളും മാതൃകയും ആദിമസഭയ്ക്ക് വിശ്വാസത്തിൽ രൂപം നൽകുന്നതിൽ വലിയ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പിൻചൊല്ലുവാൻ നിയോഗിക്കപ്പെട്ടത് മറ്റാരുമല്ല, വിശുദ്ധ സൈമൺ. അപ്പോൾ ആദിമസഭയിൽ വിശുദ്ധ സൈമൺ ഉണ്ടായിരുന്ന സ്ഥാനം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അദ്ദേഹത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു. കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചനപരം മുൻകൂട്ടി കാണുവാനുള്ള കൃപയുണ്ടായിരുന്നു. അതുകൊണ്ട് നേരത്തെ ഈശോ പ്രവചിച്ചിരുന്നത് പോലെ തന്നെ ഇല്ലേ, ഈ ജെറൂസലേം നശിപ്പിക്കപ്പെടുമെന്ന് ഈശോ സൂചിപ്പിച്ചിരുന്നല്ലോ തൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ ആ ഈശോ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ AD 66 മതമർദ്ദനം ഉണ്ടായി. അവിടെ പെട്ടെന്ന് അവിടെ ഒരു ആഭ്യന്തര കലാപം AD 66 ഈ ആഭ്യന്തര കലാപം ഉണ്ടാകുമെന്ന് കരുതിയിട്ട്, അപ്പോൾ വലിയ നാശനഷ്ടങ്ങളുണ്ടാകും, കൊലപാതകം ഉണ്ടാകുമെന്ന് കരുതി വിശുദ്ധ സൈമൺ ക്രിസ്ത്യാനികളോട് പറഞ്ഞു, വലിയ ആഭ്യന്തര കലാപമാണ് വരാൻ പോകുന്നത്, രക്ഷപ്പെടാം. അങ്ങനെ അവിടുന്ന് പൂർണ്ണമായിട്ട് അവിടുന്ന് എല്ലാവരും രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്, ക്രിസ്ത്യാനികൾ. അതിനുശേഷം യോർദാൻ്റെ സമീപത്ത് ഒരു ചെറിയ പട്ടണത്തിൽ താമസിക്കുകയാണ്. പിന്നീട് ആഭ്യന്തര കലാപം എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചു വന്ന് വിശുദ്ധ സൈമണിൻ്റെ നേതൃത്വത്തിൽ തന്നെ ജെറൂസലേമിൽ താമസം ഉറപ്പിച്ചു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും തൻ്റെ ജനത്തിന് എത്ര നല്ല നേതൃത്വമാണ് വിശുദ്ധ സൈമൺ നൽകിയിരുന്നതെന്ന്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവരെ ശക്തിപ്പെടുത്തിയ വലിയ പ്രതീകം തന്നെയാണ്, വിശ്വാസത്തിൻ്റെ ശക്തനായ പ്രതീകം, നേതൃത്വമായിരുന്നു വിശുദ്ധ സൈമൺ. പിതാവെ, ക്രിസ്തീയ വിശ്വാസത്തിനെതിരായ ചില പഠനങ്ങൾ ആ കാലത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഈശോയെക്കുറിച്ചുള്ള തെറ്റായിട്ടുള്ള പഠനങ്ങളും കടന്നു വന്നിരുന്നു. അതിൽ വിശുദ്ധ സൈമൺ അഭിമുഖീകരിച്ച 2 പ്രധാനമായിട്ടുള്ള പാഷണ്ഡതകൾ, തെറ്റായിട്ടുള്ള പഠനങ്ങൾ. ഒന്ന് നസ്രേനൂസ്, പിന്നെ ഒന്ന് എബണൈറ്റ്സ്. 2 പാഷണ്ഡതകളാണ്. നസ്രേനൂസ്
ഇപ്രകാരമാണ്. ഈശോ നസ്രായക്കാരനായ യേശു സാധാരണ ഒരു മനുഷ്യനാണ്, ദൈവമല്ല, ദൈവത്തിൻ്റെ പുത്രനല്ല, ഒരു സാധാരണ മനുഷ്യനാണ്, നസ്രായക്കാരനാണ്. അവൻ പീഡകൾ സഹിച്ച് സാധാരണക്കാരനെ പോലെയാണ്. കാരണം അവൻ്റെ അമ്മയും സഹോദരങ്ങളും ഇവിടെയുണ്ട്. ഇത്തരം പഠനങ്ങൾ അവിടെ ശക്തമായിട്ട് ആ കാലഘട്ടത്തിൽ. അപ്പോൾ നസ്രായനായ യേശു എന്ന ഒരു ഗ്രൂപ്പ്, ഒരു സെക്റ്റ് അങ്ങനെ ഉണ്ടായി. അതിനെതിരെ ശക്തമായിട്ട് വിശുദ്ധ സൈമൺ പഠിപ്പിച്ചു, അതിനെ ധീരതയോടെ നേരിട്ടു. അവൻ വെറും മനുഷ്യപുത്രൻ മാത്രമല്ല, ദൈവത്തിൻ്റെ പുത്രനാണെന്നും വളരെ ശക്തിയോടുകൂടി പഠിപ്പിച്ചു. രണ്ടാമത് എബിയോൺ എന്ന് പറഞ്ഞൊരു വ്യക്തി, അപ്പോൾ എബിയോൺ എന്ന് പറഞ്ഞൊരു വ്യക്തി, ആ വ്യക്തി ഒരു പ്രത്യേക പഠനവുമായിട്ട് വന്നു. ഈശോ നൽകിയ പഠനങ്ങളുണ്ട്. ആ പഠനത്തിൽ യഹൂദരുടെ മതവുമായിട്ട് ചേർന്ന് പോയി തെറ്റായിട്ടുള്ള പഠനങ്ങൾ ഉൾച്ചേർക്കുവാൻ പരിശ്രമിച്ചു. ഇതൊക്കെ സാധാരണ ഉള്ളതാണ്, ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നെല്ലാം പറഞ്ഞു. ഉദാഹരണം എല്ലാം വളരെ ലൈറ്റായിട്ട് എടുക്കുന്നത്. ഉദാഹരണം വിവാഹത്തെ സംബന്ധിച്ചാണ്. വിവാഹത്തെ സംബന്ധിച്ച് യഹൂദരുടെ ഇടയിൽ ഒരു ക്രമം ഉണ്ടായിരുന്നു. വിവാഹം കഴിക്കാൻ പുരുഷന്മാർക്ക് എപ്പോൾ വേണമെങ്കിലും ജീവിത പങ്കാളിയെ പിരിച്ചുവിടാം, ഒരു ചീട്ട് എഴുതി കൊടുത്താൽ മതി. അങ്ങനെയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്ന നിയമം. ഇതിന് ഈശോ എങ്ങനെയാണ് വ്യാഖ്യാനം നൽകിയത്? അത് ശരിയാണെന്ന് പറഞ്ഞോ ഈശോ? പറഞ്ഞില്ല. ഈശോ എന്താ പറഞ്ഞത്? ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അത് ഈശോ കൃത്യമായിട്ട് പഠിപ്പിച്ചു. അന്ന് വരെ നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് ഇത് നിങ്ങളിങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, അതെല്ലാം തെറ്റായ നടപടിക്രമമാണ്, ദൈവത്തിൻ്റെ സംവിധാനത്തിനെതിരാണ്. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. ഈശോ അത് പഠിപ്പിച്ചു. എന്നാൽ ഈ എബണൈറ്റ്സ് വിഭാഗക്കാർ പറഞ്ഞു, അതൊക്കെ ഇഷ്ടമുള്ളതുപോലെ യഹൂദരുടെ ഡൈവോഴ്സ് പോലെ വിവാഹമോചനം എളുപ്പം സാധിക്കും, നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കുകയില്ലേ, പിരിച്ചു വിട്ടുകൊള്ളുക. ആ ഒരു പഠനങ്ങളിലേക്ക് അങ്ങനെ ക്രിസ്തീയ പഠനങ്ങളിൽ വെള്ളം ചേർക്കുവാൻ പരിശ്രമിച്ചു. ഇതിനെയും ശക്തമായിട്ട് നേരിടുവാൻ വിശുദ്ധന് സാധിച്ചു. വിശുദ്ധന് ശക്തമായിട്ട് പഠിപ്പിക്കുകയും വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാൻ അവർക്ക് കരുത്ത് നൽകുകയും ചെയ്തു. അപ്പോൾ ആ കാലഘട്ടത്തിലെ ഈ രണ്ട് കാര്യങ്ങളും വളരെ തീവ്രതയുള്ളതാണ്. എന്നാൽ രണ്ടിനെയും ശക്തിയോടുകൂടി നേരിടാൻ വിശുദ്ധ സൈമൺ സാധിച്ചു. പിതാവേ, വിശുദ്ധ സൈമന്റെ രക്തസാക്ഷിത്വം എപ്രകാരമായിരുന്നു? ആദിമസഭയിലെ ഏറ്റവും രക്തരൂഷിതമായ റോമൻ ചക്രവർത്തിമാരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ കാലഘട്ടത്തിൽ ധീരതയോടുകൂടി രക്തസാക്ഷിത്വം വരിച്ച വ്യക്തിയാണ് വിശുദ്ധ സൈമൺ. നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ അവർ യഹൂദർ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു ഒരു രാജാവിനെ, ഒരു രക്ഷകനെ, ക്രിസ്തുവിനെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അത് നമുക്കറിയാം, ഇപ്പോഴും അവർ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചു. അപ്പോൾ ഈശോ എവിടെ നിന്നാണ്, ഏത് വംശത്തിൽ നിന്നാണ് വരേണ്ടത്? ദാവീദിൻ്റെ വംശത്തിൽ നിന്ന്. അപ്പോൾ റോമൻ ചക്രവർത്തിമാർ ഇപ്രകാരം കരുതി, ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് ഇനിയും ആളുകൾ വരും. അപ്പോൾ ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് ഇനിയും രക്ഷകനും വരും, ഒരു മെസ്സിഹ വരും, അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നേരത്തെ ഈശോ ജനിച്ചപ്പോൾ രാജാക്കന്മാർ ചെയ്തതുപോലെ തന്നെ റോമൻ ചക്രവർത്തിമാർ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് യൂദയ വംശം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൊല്ലപ്പെടട്ടെ, ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ കൊല്ലപ്പെടട്ടെ, ഇങ്ങനെയൊരു കൽപ്പന പുറപ്പെടുവിച്ചു. ആ കൽപ്പനയിൽ ഈ വംശത്തിലുള്ള ധാരാളം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു, ദാരുണമായിട്ട് വധിക്കപ്പെട്ടു. അങ്ങനെ ദാരുണമായി വധിക്കപ്പെട്ട കൂടെ ഗവർണർ അറ്റ്യൂസ് വിശുദ്ധ സൈമണെയും അറസ്റ്റ് ചെയ്തു. വിശുദ്ധ സൈമണോട് ഇപ്രകാരം പറഞ്ഞു, നീ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ആളാണോ? യൂദാ ഗോത്രത്തിൽപ്പെട്ട ആളാണോ? നീ ക്രിസ്ത്യാനിയാണോ? ധീരതയോടുകൂടി വിശുദ്ധൻ പറഞ്ഞു, ഞാൻ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട വ്യക്തി, ഞാൻ ക്രിസ്ത്യാനി, യൂദാ ഗോത്രത്തിൽ പിറന്നവൻ. നീ ഇതെല്ലാം തള്ളിപ്പറയുകയാണെങ്കിൽ നിന്നെ ശിക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും വിശുദ്ധൻ ഇപ്രകാരം ധീരതയോടുകൂടി പറഞ്ഞു, ക്രിസ്തുവിന് വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണ്. എന്തൊരു ധീരതയാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിശുദ്ധന് ഒരു അവസരം ലഭിക്കുകയാണ് രക്ഷപ്പെടാൻ. പക്ഷെ വിശുദ്ധൻ ആ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി സമർപ്പിക്കുകയാണ്, രക്തം ചിന്തുകയാണ്. അതിനുള്ളൊരു പ്രചോദനം എത്ര ശക്തിയോടുകൂടിയാണ് ലഭിക്കുന്നത്. അദ്ദേഹത്തെ ക്രൂരമായിട്ട്
ഗവർണറുടെ നേതൃത്വത്തിൽ കൽപ്പന പ്രകാരം പീഡിപ്പിച്ചു, ചാട്ടവാറ് കൊണ്ട് അടിപ്പിച്ചു. പിന്നീട് തൻ്റെ ഗുരുനാഥൻ മരിച്ചതുപോലെ കുരിശിൽ തൂങ്ങി മരിക്കുവാനുള്ള ഭാഗ്യവും വിശുദ്ധ സൈമണ് ലഭിച്ചു. ഇതാണ് വിശുദ്ധൻ്റെ രക്തസാക്ഷിത്വം. ആ കാലഘട്ടത്തിൽ മറ്റ് ക്രിസ്ത്യാനികളോടൊപ്പം തന്നെ രക്തസാക്ഷിയായി തീർന്നു വിശുദ്ധ സൈമണും. രക്തസാക്ഷിത്വം വരിക്കുമ്പോൾ വിശുദ്ധ സൈമണിന് 100-ലേറെ വയസ്സുണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. പ്രായാധിക്യത്തിൽ കവിഞ്ഞ തീഷ്ണതയോടെയാണ് അദ്ദേഹം തനിക്ക് നേരിടേണ്ടിയിരുന്ന പീഡനങ്ങളെ അഭിമുഖീകരിച്ചത്. ട്രാജൻ ചക്രവർത്തിക്ക് യഹൂദരോടും ക്രൈസ്തവരോടുമുള്ള വിരോധത്തിന് പാത്രമാവുകയായിരുന്നു അദ്ദേഹം. അത്രയേറെ പ്രായമുണ്ടായിട്ടും അദ്ദേഹം പ്രകടിപ്പിച്ച ശാന്തതയും ധീരതയും ഗവർണറെ പോലും അതിശയിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം ആദിമസഭയ്ക്ക് അളവില്ലാത്ത ഊർജം പകർന്നു. പിതാവേ, വിശുദ്ധ സൈമണിന്റെ തിരുനാൾ സഭയിൽ എന്നാണ് ആചരിക്കുന്നത്? വിശുദ്ധ സൈമണിൻ്റെ തിരുനാൾ ഫെബ്രുവരി 18-ാം തീയതി. വിശുദ്ധൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിക്കുന്നുണ്ട്. അതിനോട് ചേർത്ത് വെച്ച് അദ്ദേഹം പറയുകയാണ്, ഒരു വിശുദ്ധൻ്റെ മരണം എത്രയോ വിലയേറിയതാണ് ദൈവസന്നിധിയിൽ. വിശുദ്ധരുടെ രക്തസാക്ഷിത്വം ദൈവസന്നിധിയിൽ എത്രയോ വിലയേറിയതാണ്. സന്തോഷത്തോടെ ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ സന്തോഷത്തോടെ മരിക്കും. വിശുദ്ധ അഗസ്തീനോസിൻ്റെ മനോഹരമായ വാക്കുകളാണ്. സന്തോഷത്തോടെ ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ സന്തോഷത്തോടെ മരിക്കും. അപ്പോൾ അവർക്ക് അത് വിശുദ്ധ അഗസ്തീനോസ് നമ്മെ പഠിപ്പിക്കുന്നതാണ്. സന്തോഷമുള്ള വ്യക്തികൾ സന്തോഷത്തോടെ, അതായത് ദൈവകൽപ്പനകൾ കൃത്യമായിട്ട് പാലിച്ച് എല്ലാവരെയും ഉൾക്കൊണ്ട് സ്നേഹം മാത്രം പങ്കുവെച്ച് ജീവിക്കുന്നവരുടെ മരണവും എങ്ങനെയായിരിക്കും? സന്തോഷം. അവർക്ക് ഭയമില്ല. സ്വർഗത്തിലുള്ള നിമിഷങ്ങൾ അവർക്ക് മുമ്പിൽ കാണുവാൻ സാധിക്കും. ഇത് വിശുദ്ധ അഗസ്തീനോസ് നമ്മെ പഠിപ്പിക്കുകയാണ്. രക്തസാക്ഷികൾ സന്തോഷത്തോടുകൂടി ജീവിച്ചു. അതുകൊണ്ട് തന്നെ അവർ ഭയമില്ലാതെ മരണത്തെ നേരിട്ടു. വിജയം വരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിത്തീരുക. എന്തൊരു അഭിമാനം, എന്തൊരു സന്തോഷം. നമുക്ക് പിഞ്ചൊല്ലാവുന്ന വലിയ മാതൃക രക്തസാക്ഷികൾ. ക്രിസ്തുവിൻ്റെ സഹോദരനായിരുന്ന വിശുദ്ധ സൈമണിൻ്റെ ജീവിതവും രക്തസാക്ഷിത്വവും പിൽക്കാലത്തെ ക്രൈസ്തവർ മാതൃകയായി സ്വീകരിച്ചു. ഏറ്റവും ആവേശത്തോടെ പീഡനങ്ങളെയും ദുരിതങ്ങളെയും നേരിടുവാൻ അവരെ പ്രാപ്തരാക്കിയത് ഇത്തരം അനേകരുടെ ജീവിത സാക്ഷ്യങ്ങളാണ്. രക്തസാക്ഷിത്വം കൊണ്ടും നേതൃപാടവം കൊണ്ടും ശാന്തതയും സൗമ്യതയും കൊണ്ടും മികച്ച ക്രിസ്തു ശിഷ്യനായി മാറിയ അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കും പ്രചോദനം പകരുന്നു. രക്തസാക്ഷികളുടെ മനോഹരമായ ജീവിതം നമ്മെ എന്നും ത്രസിപ്പിക്കുന്നതാണ്. വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. ധീരതയോടുകൂടി ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടത്തേക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമുക്ക് കരുത്ത് നൽകുന്നതാണ്. വിശുദ്ധ സൈമൺ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. യേശുവിൻ്റെ പ്രിയപ്പെട്ടവൻ, സഹോദരൻ, ജെറൂസലേമിലെ മെത്രാൻ, മറ്റുള്ള വിശ്വാസികൾക്ക് മാതൃകയായി തീർന്നവൻ, മരണം മുൻപിൽ കണ്ടപ്പോൾ പതറാതെ ധീരതയോടെ മരണത്തെ നേരിട്ടവൻ, രക്തസാക്ഷിയായി നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നവൻ. രക്തസാക്ഷികൾ നമുക്ക് ശക്തിയാകട്ടെ, കരുത്താകട്ടെ. നമ്മുടെ ജീവിതവും രക്തസാക്ഷിത്വത്തിൻ്റേതാണ്. നമുക്ക് അത്തരം അവസരങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ധീരതയോടുകൂടി ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് കഴിയണം. അതിന് വിശുദ്ധ സൈമണോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ സൈമണിൻ്റെ വലിയ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. വിശുദ്ധൻ ഈശോയ്ക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ചതുപോലെ ജീവൻ സമർപ്പിക്കുവാനും അവിടത്തേക്ക് വേണ്ടി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം നമുക്ക് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം. ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. രക്തസാക്ഷിത്വം ക്രിസ്തുമാർഗ ചരിച്ചോരനേകർ നിണമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ
സാക്ഷിത്വം ഹൃദയെ ഭരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും